വീട്ടിലേക്ക് കത്തയച്ചിരുന്നു അല്ലേ? മദർ പറഞ്ഞു. പവിത്ര, ഐ എം സോറി. മഠത്തിൽ ജീവിച്ചോണ്ട് എങ്ങനെയാ ജീവിക്കേണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് പറഞ്ഞു തന്ന് ഞാൻ അതുപോലെ ജീവിച്ചോളാം. പോകാൻ എനിക്ക് വേറെ ഇടയില്ലാത്തോണ്ടാ. എന്താ പ്രാർത്ഥിച്ചേ? കർത്താവിനോട് നന്ദി പറയുകയായിരുന്നു. കിരൺ കൂടെയുള്ളപ്പോൾ അവനാണ് ശരിയെന്ന് തോന്നും. പവിത്രയൊപ്പം ഉള്ളപ്പോൾ അവളാണ് ശരിയെന്ന് തോന്നും. പവിത്രയോട് നിങ്ങൾക്ക് ശരിക്കും സ്നേഹം തന്നെയായിരുന്നു. അറിയില്ല. ഒറ്റപ്പെടലിൻ്റെ വേദന ഞാനും അനുഭവിച്ചതാണ്. ഒഴിവാക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. പവിത്ര ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ജോലി കഴിഞ്ഞ വീടും ഞാനും. അതായിരുന്നു അവളുടെ ലോകം. ഐ ഫീൽ സഫോക്കേറ്റഡ് അറ്റ് ടൈംസ്. ആരും ഒന്നും അറിയാതെ കണ്ടിന്യൂ ചെയ്യാനാ ഞാൻ ശ്രമിച്ചേ. എന്താ ഇവിടെ? ഹോസ്പിറ്റലിൽ വരെ പോയതാ. പേടിക്കണ്ട. കൺഗ്രാറ്റ്സ്. റിച്ചാർഡ് ഒരു അച്ഛനാവാൻ പോവാ. തലചുറ്റി വീണപ്പോ ഞാനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കുറച്ച് ദിവസം ഇനി ജോലിക്ക് പോണ്ട. ടേക്ക് റെസ്റ്റ്. റിച്ചാർഡിനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ചിൽഡ്രൻ ആർ ഗോഡ്സ് ഗിഫ്റ്റ്. യു ബോത്ത് ആർ വെരി ലക്കി. പിന്നെ ഇനി ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കണം. പവിത്ര വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചാൽ മതി. അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ രാജലക്ഷ്മി. ഷീസ് ആൻ എക്സ്പേർട്ട്. പിന്നീട് പവിത്രയെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പ്രഗ്നൻ്റായ കാര്യം വരെ മനഃപൂർവ്വം അവനിൽ നിന്ന് മറച്ചു വെച്ചു. കിരണിൽ നിന്ന് ഞാൻ അകന്നില്ല എന്നറിയിക്കാൻ വേണ്ടി പവിത്ര ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പലപ്പോഴും ഞാൻ അവനൊപ്പമായിരുന്നു. കിരണൊന്നും അറിയാതെ, പവിത്രയൊന്നും അറിയാതെ ഞാൻ. ആരെയും പേടിക്കാതെയാണ് നമ്മളിതുവരെ ജീവിച്ച്. നീ പവിത്രയോടെല്ലാം തുറന്നു പറ. വേണ്ട കിരൺ, ഒരു കുട്ടിക്ക് വേണ്ടി അവളെ കൊണ്ടുവന്നറിഞ്ഞാൽ അവളെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. അതിനവൾ എങ്ങനെ റിയാക്ട് ചെയ്തോട്ടെ, നീ എന്തിനാ വെറുതെ ബോധർ ചെയ്യുന്നേ? ഇപ്പം വേണ്ട കിരൺ, സമയമാവട്ടെ.
എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് 2 അച്ഛനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾക്കിടയിൽ ഒരു കുട്ടിയായിരുന്നു വേണ്ടതെങ്കിൽ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന എത്രയോ സ്ത്രീകൾ ഉണ്ടാകുമായിരുന്നു ഈ ലോകത്ത്. എന്തിനാ എന്നെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചഴിച്ചത്? ഞാനൊന്ന് പറയട്ടെ. വേണ്ട. ആണുങ്ങൾ തമ്മിൽ ജീവിക്കുന്ന സംസ്കാരം മനസ്സിലാക്കാനുള്ള ലോകപരിചയം എനിക്കില്ല. നിങ്ങൾ അയാളോടൊപ്പം താമസിച്ചോളൂ. ഞാനൊരു അവകാശത്തിനും വരില്ല. പക്ഷെ എൻ്റെ കുഞ്ഞിനെ മാത്രം ചോദിക്കരുത്. നിന്നെ എനിക്ക് വേണം. എനിക്ക് നിങ്ങളൊരു ഭർത്താവായി കാണാൻ കഴിയില്ല. ഈ കുഞ്ഞിൻ്റെ അച്ഛനായി കാണാനും കഴിയില്ല. നിങ്ങളുടെ മനസ്സ് നിറയെ അയാളാണ്. അയാളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. നിങ്ങൾക്ക് എന്നോടുള്ളത് സ്നേഹമല്ല, സഹതാപമാ. പിന്നീട് കിരണിനെ കണ്ടില്ലേ? പിന്നീട് അവനെ കണ്ടില്ല. പവിത്ര ഹോസ്പിറ്റലിനടുത്തുള്ള വീട്ടിലേക്ക് മാറി. ഐ നീഡ് യു ഹെൽപ്പ് ഡോക്ടർ. ഐ വാണ്ട് ബോത്ത് ഓഫ് ദം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? Decision is totally up to you. Who is your priority, Kiran or Pavitra? പവിത്ര. Good. Please have your tea. താങ്ക്സ്. ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് എനിക്ക് അവരുടെയും മനസ്സറിയണം, കിരണിൻ്റെയും പവിത്രയുടെയും. റിച്ചാർഡ് ഇപ്പോൾ ചെയ്യേണ്ടത് കിരണിനെ കാണാൻ ശ്രമിക്കരുത്. കിരണിൻ്റെ ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും സൂക്ഷിക്കരുത്.